അലൈക്കും. 7ാം ക്ലാസ്സിലെ താരീഖിലെ പാഠം 5 ചോദ്യോത്തരങ്ങൾ നോക്കാം. തദ്രീബാത്ത് അല്ല, പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. 1 മുതൽ 4 വരെയുള്ള വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ചോദ്യത്തിലേക്ക് കടക്കാം. പാഠം 5 ഒരു പ്രാർത്ഥനയുടെ ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ ആരാണ് പുറപ്പെട്ടത്? ഉമർ റളിയല്ലാഹു അൻഹു. എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ പുറപ്പെട്ട അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ ഉമർ റളിയല്ലാഹു അൻഹു പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെയും ഭർത്താവിനെയും എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു കോപം മുഴുവനും സഹോദരിയുടെയും ഭർത്താവിന്റെയും നേരെ തിരിഞ്ഞു. അദ്ദേഹം അവർ രണ്ടുപേരെയും മർദ്ദിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയുടെ ഭർത്താവ് ആരായിരുന്നു? സഈദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവും സഈദ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ ഭർത്താവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സഹോദരനുമായിരുന്നു സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഏതിൽപ്പെട്ട ആളായിരുന്നു? അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ഒരാളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേര് എന്ത്? ഹാത്തിക. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ എവിടേക്കാണ് പോയത്? ഷാമിലേക്ക്. എന്ത് കാരണത്താലാണ് സഈദ് റളിയല്ലാഹുവിന്റെ ഉപ്പ ഷാമിലേക്ക് പോയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യമതത്തെ അദ്ദേഹം അന്വേഷിച്ചു പോയതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷാമിലെത്തിയത്. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഷാമിലെത്തിയപ്പോൾ ആരെയാണ് കണ്ടത്? ഒരു പുരോഹിതനെ അദ്ദേഹം കണ്ടു. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ എന്താണ് പുരോഹിതനോട് ചോദിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യമതത്തെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. സഈദ് റളിയല്ലാഹുവിന്റെ ഉപ്പയോട് പുരോഹിതൻ എന്താണ് മറുപടി പറഞ്ഞത്? താങ്കൾ അന്വേഷിക്കുന്ന യഥാർത്ഥ മതം ഇന്നു കണ്ടെത്തുവാൻ കഴിയില്ല. ഇബ്രാഹിം നബിയുടെ ദീൻ പുതുക്കുന്ന ഒരു പ്രവാചകനെ താമസിയാതെ അല്ലാഹു താങ്കളുടെ നാട്ടിലേക്ക് അയക്കും. അതിനാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ പിന്തുടരുക എന്നാണ് പുരോഹിതൻ പറഞ്ഞത്. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ബുക്ക് കയ്യിൽ പിടിക്കണം കേട്ടോ. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? വഴിയിൽ വെച്ച് കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടി വധിക്കുകയും ചെയ്തു. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മരണത്തിന് തൊട്ടു മുമ്പ് എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈർ എന്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ എന്നായിരുന്നു അദ്ദേഹം ദുആ ചെയ്തത്. ഏത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്? സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈർ എന്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. സഈദ് റളിയല്ലാഹു അൻഹു ഏത് യുദ്ധത്തിലാണ് പങ്കെടുക്കാതിരുന്നത്?
ബദർ യുദ്ധത്തിൽ. എന്ത് കാരണത്താലാണ് സഈദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്? അദ്ദേഹം അന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല. ഈ കാരണത്താലാണ് ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഏത് യുദ്ധത്തിലാണ് സഈദ് റളിയല്ലാഹുവിന്റെ മുന്നേറ്റം ശക്തമായിരുന്നത്? യർമൂക്ക് യുദ്ധത്തിൽ. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റം വളരെ ശക്തമായിരുന്നു. സഈദ് റളിയല്ലാഹു അൻഹു എത്രാം വയസ്സിലാണ് വഫാത്തായത്? 70-ാം വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. സഈദ് റളിയല്ലാഹു അൻഹു എവിടെ വെച്ചാണ് വഫാത്തായത്? ഹിജ്റ 51-ൽ ഹഖീഖ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. സഈദ് റളിയല്ലാഹു അൻഹു എവിടെയാണ് മറവ് ചെയ്തത്? ഖബർ എവിടെയാണ്? ജന്നത്തുൽ ബഖീയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. അദ്ദേഹത്തെ മറവ് ചെയ്തത് അവിടെ തന്നെ. അഞ്ചാം പാഠത്തിൽ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പുസ്തകം കയ്യിൽ പിടിച്ചിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.